കിട്ടിയിട്ടുള്ള മുല്ലമാലയുടെ ഓർഡർ 50, 100, 150 ഒന്നും അല്ല കേട്ടോ, 200-ന് മുകളിലാണേ. സീസൺ ഒന്നും ആയിട്ടില്ല, സീസണൊക്കെ വരുന്നതേ ഉള്ളൂ. അതിനു മുമ്പ് തന്നെ നമുക്ക് കിട്ടിയിട്ടുള്ളതാണ് ഈ ബൾക്ക് ഓർഡേഴ്സ്. ആദ്യം ഒരു 150 പീസിനാണ് ഒരു കസ്റ്റമർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിന്റെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് നമ്മുടെ വേറെ ട്രിവാൻഡ്രത്തുള്ള ഒരു കസ്റ്റമർ തന്നെ ഒരു 55 പീസിനും കൂടെ ഓർഡർ തന്നിട്ടുണ്ടായിരുന്നേ. അപ്പൊ ഏകദേശം ഒരു കണക്കൊക്കെ വെച്ചിട്ട് ഞാൻ ഇത്രയും മുല്ലകൾ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ സത്യം പറഞ്ഞാൽ ഇതിന്റെ കാലിലൊരു അംശം പോലും നമുക്ക് തികയുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ഇതിന് ശേഷം ഒരു 2-3 വട്ടം കൂടെ നമ്മൾ മെറ്റീരിയൽ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഏകദേശം ഒരു 2 ആഴ്ചയ്ക്ക് ഉള്ളിൽ തന്നെ ഞാൻ ഈ ഒരു വർക്ക് ഫുള്ള് ഫിനിഷ് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ മാത്രമല്ല, ഞാനും അമ്മയും കൂടെ ഇരുന്നിട്ടാണ് ഫുള്ള് ചെയ്ത് തീർത്തിട്ടുണ്ടായിരുന്നത്. മോനുള്ളത് കൊണ്ട് തന്നെ പഴയതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഇരുന്ന് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അവന്റെ കാര്യങ്ങൾ നോക്കിയിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. മിക്ക ദിവസങ്ങളിൽ ഞാൻ ഈ കുളി കഴിഞ്ഞ് വരുമ്പോഴത്തേക്കാണ് എനിക്ക് വീഡിയോ എടുക്കണമല്ലോ എന്നുള്ളൊരു കാര്യം ഓർമ്മ വരുന്നത്. അതുകൊണ്ടാണ് എന്റെ തലയിൽ ഈ ഒരു കെട്ട് കാണുന്നത് കേട്ടോ. ഞാൻ വെയിറ്റ് ചെയ്തിരുന്നത് മുഴുവൻ ഫുൾ ഫിനിഷ് ആയിട്ടുള്ള വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ്. അങ്ങനെ ഫുൾ ഫിനിഷ് ആയി. ഞങ്ങളുടെ കയ്യിൽ ബോക്സ് ഒന്നും ഇല്ലായിരുന്നു. അപ്പൊ ഇതിനു വേണ്ടി നമ്മൾ ബോക്സ് ഒക്കെ എടുത്തു. അങ്ങനെ ഫുൾ ഫിനിഷ് ആക്കിയപ്പോൾ കണ്ടില്ല, ഒരു ലോഡ് ഉണ്ടായിരുന്നു കേട്ടോ. ശരിക്കും അടിപൊളിയാണ്. ഫുൾ ഫിനിഷ് ആക്കി കഴിഞ്ഞിട്ട് ഞാൻ എപ്പോഴും മിക്കുള്ള എല്ലാ ബൾക്ക് ചെയ്യുന്ന വീഡിയോസിൽ പറയാറുണ്ട്, എനിക്ക് എപ്പോഴും ഇങ്ങനെ ഈ മുല്ലമാല ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ വീഡിയോസ് ഒക്കെ എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ പ്രഹസനം മുഴുവൻ കാണിക്കുന്നത്. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ മുല്ലമാല ബൾക്കായിട്ടോ സിംഗിളായിട്ടൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ, ഞാൻ എന്തായാലും ചെയ്തു തരുന്നതാണ്. അങ്ങനെ ഓർഡേഴ്സ് തന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.